നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക് പോവുകയാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണ് അപകടം. UBMC സ്കൂളിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. ഉച്ചയ്ക്ക് ഇന്റർവെൽ കഴിഞ്ഞ് കുട്ടികൾ ക്ലാസുകളിൽ കയറിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. മതിൽ അപകടാവസ്ഥയിലായിരുന്ന കാര്യം നേരത്തെ തന്നെ അധികൃതരെ അറിയിച്ചിരുന്നതായി പ്രദേശവാസികൾ പറയും. ഇത് കഴിഞ്ഞ 3 വർഷമായിട്ട് ഇത് അപകടാവസ്ഥയിലാണ്. അത് കുട്ടിമുകളിൽ UBMCയുടെ അടുക്കള ഭാഗം മുഴുവൻ താഴോട്ട് ഇടിഞ്ഞു വീഴുന്ന രീതിയിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ പള്ളിയുടെ ബേക്കിലുള്ള കോൺക്രീറ്റ് ഭാഗം ഏത് നിമിഷവും പൊട്ടി വീഴാൻ തക്ക രീതിയിലാണ്. അപ്പോൾ ഇത് അധികൃതർ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഇതിന് വേണ്ട സത്വര നടപടി എടുത്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ ജീവഹാനി നടക്കുന്ന രീതിയിലേക്ക് പോകും. രതീഷ് വാസ്തവൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രതീഷ്, ഒരു സ്കൂളിലാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് അത് മനുഷ്യരുടെ മുകളിലേക്ക് വീഴാത്തത്, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ക്ലാസ്സിൽ കയറിയത് കൊണ്ട് മാത്രം. പക്ഷേ ഇത് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടും ഒരു നടപടി ഉണ്ടായില്ല എന്നതാണ് നാട്ടുകാർ പറയുന്നത്. രുചിഷ, തീർച്ചയായും ഇത് നമ്മളിപ്പോൾ കണ്ടത് ഈ സ്കൂളിന്റെ മറുഭാഗമാണ്. അതായത് സ്കൂൾ വലിയ ഉയരത്തിലുള്ള ഒരു ഭാഗത്താണുള്ളത്. അതിന് സമാന്തരമായി നേരത്തെ നമ്മളോട് സംസാരിച്ച സ്ഥലവാസി ഉൾപ്പെടെയുള്ള ആളുകൾ താമസിക്കുന്ന വലിയ ജനവാസ കേന്ദ്രമാണ് താഴെ ഭാഗത്തുള്ളത്. ഒരു ഉയർന്ന സ്ഥലത്താണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഭാഗം ഈ ഭാഗത്തൊക്കെ തന്നെ മതിൽ ഇടിയുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. തുടർന്നാണ് ഈ കഴിഞ്ഞ തവണ അവധിക്കാലത്ത് ഈ മതിൽ പുനർനിർമ്മിച്ചത്. ഈ ഭാഗത്തൊക്കെ തന്നെ നിർമ്മിച്ച് രണ്ടാമത് കെട്ടിയത്. എന്നാൽ ആ ഭാഗമാണ് ഇത്തരത്തിൽ ഈ കനത്ത മഴയെ തുടർന്ന് ഇന്ന് ഉച്ചയോടെ തകർന്നു വീണത്. എന്തായാലും സ്കൂളിൽ വിദ്യാർത്ഥികൾ പുറത്തിറങ്ങാത്ത സമയമായതുകൊണ്ട് തന്നെ മറ്റ് ആശങ്കകളോ അപകടങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ മറ്റിടങ്ങളിലും ഇതിന്റെ സമാന്തരമായി നീളുന്ന ഈ മതിലിന്റെ മറ്റു ഭാഗങ്ങളിലും വലിയ തലത്തിൽ ഇടിഞ്ഞു വീഴാവുന്ന തരത്തിൽ ഭീഷണി ഉണ്ടെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. അത് അവർക്ക് ജീവവായം ഉണ്ടാവുന്നു എന്നുള്ള ആശങ്കയുണ്ട്. മാത്രവുമല്ല, കുട്ടികളൊക്കെ പുറത്തിറങ്ങുന്ന സമയത്താണെങ്കിൽ അത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ തോതിൽ ഒരു പരിശോധന നടത്തിയ ശേഷം ഈ ഭാഗത്ത് കുട്ടികളെ ഉൾപ്പെടെ നിയന്ത്രിക്കും, അല്ലെങ്കിൽ അവിടേക്ക് ആളുകൾ എത്തുന്നത് പോലും നിയന്ത്രിക്കേണ്ട സാഹചര്യമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ ആശങ്കയിലാണ് ഇതിന് സമീപമുള്ള നാട്ടുകാർ ഉൾപ്പെടെ കഴിയുന്നത്. ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. കുത്തനെയുള്ള വലിയ മതിൽ ഇടിഞ്ഞു വീഴുകയാണ്. തൊട്ടടുത്ത് ഫ്ളാറ്റുകളുണ്ട്, ചെറിയ വീടുകളുണ്ട്, വാടക ക്വാർട്ടേഴ്സുകളുണ്ട്, ഒക്കെയുണ്ട്. ആ ഭാഗത്തേക്കാണ് ഇത് ഇടിഞ്ഞു വീഴുന്നത്. മുകളിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ ഉള്ള സമയത്താണെങ്കിൽ കുട്ടികൾ നിറഞ്ഞ് ഗ്രൗണ്ടിലൊക്കെ കോമ്പൗണ്ടിൽ നിറയുന്ന ഒരു സമയത്താണ് അപകടം സംഭവിച്ചെങ്കിൽ വലിയ ആശങ്ക പരത്തുന്ന സാഹചര്യം ഉണ്ടാവുമായിരുന്നു. എന്തായാലും അല്പം ഭാഗ്യം കൊണ്ട് മാത്രമാണ് സ്കൂളിലെ ഉച്ചഭക്ഷണ സമയം കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് കയറിയ സമയത്ത് അല്പം കഴിഞ്ഞാണ് ഈ മതിൽ ഇടിഞ്ഞു വീഴുന്നത്. അതുകൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഒഴിവായത്, വലിയ അപകടം ഒഴിവായത്. മാത്രമല്ല ഈ താഴെ ഭാഗത്തും എന്തായാലും ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കാരണം വൈദ്യുതി കമ്പികൾ അടക്കം പൊട്ടി വീഴുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും അപകടം ആർക്കും ജീവനോ മറ്റൊന്നും പരിക്കും ഒന്നുമില്ലാത്ത തരത്തിലാണ് അപകടം ഉണ്ടായത് എന്നത് ഒരു ഭാഗ്യം കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. ഇപ്പോൾ